വലിയൊരു ഗോൾഡ് കളറിലുള്ള പഗോഡയാണ്. നല്ല വലുപ്പമുണ്ട്. നമ്മുടെ ഏകദേശം ഹൈറ്റിനുണ്ട് ബേസ്മെൻറ്റ് തന്നെ. വലിയൊരു പഗോഡയാണ്. പിന്നിൽ കാണുന്നത് എന്താണെന്ന് മനസ്സിലായോ? ഏകദേശം ആർക്കെങ്കിലും മനസ്സിലായോ? ഇതെൻ്റെ ഒരു ഡ്രീം ഡെസ്റ്റിനേഷനാണ്. പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. പോകണം. കംബോഡിയയാണ്. കംബോഡിയയിലെ അങ്കോർ വാട്ട് ടെമ്പിളിൻ്റെ ഒരു മോഡലാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇത് കല്ലിൽ തന്നെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. ചെറുതായിട്ട് കല്ലിൽ തന്നെ കൊത്തി ഉണ്ടാക്കി വെച്ചിരിക്കുക. അമേസിംഗ് ആണ്. ഏകദേശം ഒരു 38 സ്പോട്ടുകളോളം ഇതിനുള്ളിൽ കാണാനുണ്ട് ഈ ഒരു മാപ്പ് പ്രകാരം. ഗൈഡൊക്കെ ഉണ്ട് ഇവിടെ. നമുക്ക് ഗൈഡിനെയൊക്കെ വിളിക്കാം. അതായത് മലയാളത്തിലില്ല, ഞാൻ കണ്ടില്ല. ചൈനീസ്, ജപ്പാനീസ്, ഇംഗ്ലീഷിലൊക്കെ ഗൈഡുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഞാനൊരു ഇംഗ്ലീഷ് ഫ്രീ ആണ് ഈ മാപ്പ്, മീൻസ് ഒരു ഗൈഡ് ബുക്ക്. അപ്പോൾ ആ ഒരു ബുക്ക് ഞാൻ എടുത്തിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 38 സ്ഥലവും കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഏകദേശം 2 ദിവസം വേണ്ടി വരും. അത്രയും മനോഹരമായി രാമോജി ഫിലിം സിറ്റിയിൽ ഇറക്കി വിട്ട ഒരു പ്രതീതിയാണ്. അപ്പോൾ ഞാൻ നോക്കട്ടെ എത്ര എണ്ണം കൊണ്ട് പറ്റുന്ന ഒരു 10 സ്പോട്ടേലും കണ്ടെങ്കിൽ അത്രയും നല്ല രീതിയിൽ. അപ്പോൾ ഞാനിപ്പോൾ ഇരിക്കുന്നത് ലൈബ്രറിയുടെ താഴെയാണ്. അപ്പോൾ ഞാനിതൊന്ന് പഠിക്കട്ടെ. പഠിച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. അപ്പോൾ എനിക്ക് വലിയ കാര്യത്തിൽ ചരിത്രമൊന്നും അറിയില്ല. എനിക്ക് ഒരുപാട് രാജാക്കന്മാരുടെ കഥകളും ഒരുപാട് കഥകളുണ്ട് ഈ ഒരു ഗ്രാൻഡ് പാലസിനെ കുറിച്ച്. അപ്പോൾ ഓരോ സ്പോട്ടിനും ഓരോ കഥകളാണ്. അപ്പോൾ കുറച്ചൊക്കെ ഞാൻ പറഞ്ഞുതരാം. ശരിക്കും കണ്ണാടികളാണ് കേട്ടോ പിടിപ്പിച്ചിരിക്കുന്നത്. ഇതാണ് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു തിളക്കം. എൻ്റെ പിന്നിൽ കാണുന്ന ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ, അതൊരു ലൈബ്രറി ആയിട്ടാണ് അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു 1789 കാലഘട്ടങ്ങളിലൊക്കെ. ഇവിടുത്തെ എല്ലാ ബിൽഡിങ്ങുകളും ആ ഒരു 1789, 1800 കാലഘട്ടങ്ങളിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഒരു കിങ് രാമ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കിങ്ങിൻ്റെ അണ്ടറിലാണ് എല്ലാതും. ബ്രിട്ടീഷുകാരും ഉണ്ടായിരുന്ന ആ സമയത്ത് അവരൊക്കെ ഒരു സപ്പോർട്ട് കൂടിയിട്ടാണ് ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് അവർ. അപ്പോൾ ഈ ലൈബ്രറി കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തടുത്ത സെക്ഷനിലേക്ക് നീങ്ങാം. ഇതിൻ്റെ അകത്തുള്ള എമറാൾഡ് ബുദ്ധ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടെമ്പിളിനകത്താണ് നമ്മൾ കയറാൻ പോകുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു നമ്മൾ ടിക്കറ്റ് കിട്ടിയപ്പോൾ ഒരു സംഭവം കൂടെ അതിൻ്റെ ഉള്ളിലുണ്ടെന്ന്. അതിവിടെയാണ്. ഇതാണ് മെയിൻ ഏരിയ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ക്യാമറ അലോ ചെയ്യില്ല. അകത്തേക്ക് പുറത്ത് നമുക്ക് വീഡിയോ എടുക്കാം, നോ ഇഷ്യൂസ്. അപ്പോൾ ഞാൻ പുറത്തത്തെ കാഴ്ചയിൽ കാണിച്ചാൽ ഞാൻ അകത്ത് കയറി വരച്ചു കേട്ടോ. അകത്ത് അടിപൊളി കാഴ്ചയായിരുന്നു. എന്താ പറയുക, ഗോൾഡൊക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു. ഒന്നും എടുക്കാൻ പറ്റിയില്ല, അലോടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഷൂ ഒക്കെ പുറത്ത് ഓടിയിട്ടില്ല കയറേണ്ടത്. അതൊക്കെ എടുത്ത് അടുത്ത ഇതിൻ്റെ ഉള്ളിലുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാൻ പോയി നടന്നുകൊണ്ടിരിക്കുക. ഒരുപാടുണ്ട് കേട്ടോ. എത്രത്തോളം കാണിച്ചു തരാൻ പറ്റുമെന്ന് അറിയില്ല.
അങ്ങനെ ശരിക്കും എൻട്രി അകത്ത് എല്ലാ കാഴ്ചകളും കണ്ട് ഞാനങ്ങനെ പുറത്തിറങ്ങി. എൻ്റെ കോമ്പൗണ്ടിൻ്റെ വെളിയിൽ ഇറങ്ങിയിട്ടില്ല. ആ മെയിൻ ഒരു എൻട്രൻസിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി, മെയിൻ ഒരു പോർഷനുള്ളിൽ നിന്ന് പുറത്തിറങ്ങി. ഇവിടെയും കുറേ കാഴ്ചകളുണ്ട്. ഒരു 1-1.5 ബിൽഡിങ്ങുകളൊക്കെയാണ് തായ് കൾച്ചറിൽ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാണാൻ അതിമനോഹരമായിട്ടുണ്ട്. എന്താ പറയുക, നമ്മുടെ പാർലമെൻറ്റ് മന്ദിരക്കത്തിൻ്റെ ആ ഒരു റേഞ്ചിൽ വരുന്ന വലിയ വലിയ കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെയാണ്. പല സ്ഥലങ്ങളും നോ എൻട്രിയാണ്. തായ് ഫോഴ്സിൻ്റെ ചെറിയൊരു എന്താ പറയുക മാർച്ചായിരുന്നു. അവിടെ അവരുടെ ഒരു ബേസ് ഉണ്ട്, പക്ഷെ അവിടെ ഫോട്ടോ എടുക്കാൻ അനുവദിക്കില്ല. അപ്പോൾ കിട്ടിയപ്പോൾ ഞാൻ എടുത്തു. സത്യം പറഞ്ഞാൽ കണ്ട് മതിയായില്ല. എന്താ പറയുക, ഒരു ദിവസം നിന്ന് കാണാനുള്ള സംഭവമുണ്ട്. അത്രയ്ക്ക് ഏരിയ ഉള്ളതുകൊണ്ട് നമുക്ക് നടന്ന് വയ്യാണ്ട് ഒന്നാമത്തെ കാര്യം. പിന്നത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ദാഹിക്കും. അങ്ങനത്തെ വെള്ളമൊക്കെ അകത്ത് കിട്ടും, ഫ്രീ ആയിട്ടുണ്ട് വെള്ളമൊക്കെ. പക്ഷെ അതല്ല, പക്ഷേ കഴിഞ്ഞാൽ ടയേർഡാവും നമ്മൾ മൊത്തത്തിൽ. നമുക്കിനി ബാക്കിയും കുറേ സ്ഥലങ്ങൾ കാണാനുള്ളതുകൊണ്ട് ഞാൻ പതുക്കെ ഇറങ്ങുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ കൾച്ചറൽ ഷോക്കുള്ള വണ്ടി. ഏകദേശം ഒരു 10:30, 1 മണി, 2:30, 4 മണി, 5 മണി ആ റേഞ്ചിലൊക്കെയാണ് ഷോ. അതിനനുസരിച്ചുള്ള ടൈമിങ്ങിൽ ഈ വണ്ടി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഒരു കൾച്ചറൽ തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ്. റോയൽ തിയേറ്റർ, അവിടെയാണ് പരിപാടി. അതിനകത്ത് ഇതാണ് നമ്മൾ കാണാൻ പോകുന്ന ഷോ. ഗ്രാൻഡ് പാലസിൽ വരുന്ന എല്ലാവർക്കും ഈ ഒരു ഷോ ഫ്രീ ആയിട്ട് കാണാം. എനിക്കറിയണ്ടായിരുന്നില്ല, ഞങ്ങൾ വന്നപ്പോൾ അറിഞ്ഞത്. അത് മനോഹരമായിട്ടുള്ളൊരു ഷോ. എന്താ പറയുക, അവരുടെ കൾച്ചറിലുള്ള ഒരു ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഇങ്ങനെ ഒരു ഇൻ്റർനാഷണൽ സ്റ്റേഡിയം, ഒരു നല്ലൊരു പേര ഹൗസ് പോലത്തെ വലിയൊരു തിയേറ്ററിൽ ഇരുന്ന് കാണുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു.
ഗ്രാൻഡ് പാലസിൻ്റെ തൊട്ട് ബാക്കിലാണ് ഈ സ്ഥലം. വാത് ഫോ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അപ്പോൾ ഇത് 5:30 ക്ലോസ് ചെയ്യും.